നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ വരെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു പുഷ്പം അല്ലെങ്കിൽ വളരെ മാർക്കറ്റിലെല്ലാം ഡിമാൻഡുള്ള ഒരു പുഷ്പം ഒറ്റയടിക്കാണ് കുത്തനെ ഇടിഞ്ഞത്. പറഞ്ഞു വരുന്നത് അരളിപ്പൂവിന്റെ കാര്യമാണ്. അമ്പലങ്ങളിലും പൂജയ്ക്കും നിവേദ്യത്തിലുമെല്ലാം നമ്മൾ അരളിപ്പൂ ഉപയോഗിക്കാറുണ്ട്. ഓണം സീസണുകളിൽ നമ്മൾ പൂക്കളത്തിൽ അരളിപ്പൂ ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത്രയും കാലം കൊടും വിഷമടങ്ങിയ ഒരു പൂവാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് എന്നറിഞ്ഞപ്പോൾ നമ്മൾ അതിനെ അപ്പാടെ തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ അരളിപ്പൂ വിൽപ്പന 70% ഇടിഞ്ഞു എന്നാണ് കണക്കുകൾ. അരളിക്ക് പകരക്കാരനായി പനിനീർ റോസ് വിപണി കീഴടക്കി തുടങ്ങി. മുൻപ് അരളി വിറ്റിരുന്ന പോലെ കച്ചവടക്കാർ 200 ഗ്രാമിന്റെ പാക്കറ്റുകളിലാക്കി ഇപ്പോൾ വിൽക്കുന്നത് പനിനീർ റോസ് ആണ്. ഇതോടെ പനിനീർ റോസിന്റെ വില കൂടുകയും ചെയ്തു. അരളിയുടെ വിലക്ക് മൂലം പനിനീർ റോസിന്റെ മാത്രമല്ല തെച്ചിയുടെയും വില കൂടുന്നുണ്ട്. തുളസിക്ക് വില കൂടിയില്ലെങ്കിലും ആവശ്യം കൂട്ടി. അരളിക്ക് തമിഴ്നാട്ടിലെ വിപണിയിൽ 150 മുതൽ 200 രൂപ വരെ ഇപ്പോഴും വിലയുണ്ട്. ഇത് കേരളത്തിൽ എത്തുമ്പോൾ 250 രൂപ വരെയാകും. തമിഴ്നാട്ടിൽ അരളിയുടെ ആവശ്യം കുറഞ്ഞില്ല എന്നതാണ് ഇതിന് കാരണം. കൂടാതെ കനത്ത വേനൽ കാരണം ഉൽപാദനം കുറയുകയും ചെയ്തു. സാധാരണ ദിവസങ്ങളിൽ 50 കിലോ വരെ അരളിപ്പൂ വിറ്റിരുന്ന കച്ചവടക്കാരൻ ഇപ്പോൾ 10-15 കിലോ മാത്രമാണ് വിൽക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ തൃശൂർ ജില്ലയിൽ 500 കിലോ വരെ അരളിപ്പൂ ചിലവായിരുന്നു. ഇതാണ് 70% ഇടിഞ്ഞത്. പത്തനംതിട്ടയിൽ അരളിപ്പൂ വിൽപ്പന 90% കുറഞ്ഞു എന്നാണ് വിൽപ്പനക്കാർ പറയുന്നത്. കൊല്ലത്തെ വിൽപ്പന 50%. 70 രൂപ മുതൽ 120 രൂപ വരെ ഉണ്ടായിരുന്ന പനിനീർ റോസിനെ 150 രൂപ മുതൽ 200 രൂപ വരെയായി വില. സീസൺ അവസാനിച്ചതോടെ വില താഴേണ്ട സമയമായിട്ടും ഇതുണ്ടായില്ല. സീസൺ കഴിയുമ്പോൾ തെച്ചിപ്പൂ വില 60 രൂപയായി താഴാറുണ്ട്. ഇതും 150 മുതൽ 200 രൂപ വരെയായി ഉയർന്നു. പനിനീർ റോസിന്റെയും തെച്ചിയുടെയും ഉൽപാദനം കുറവാണെന്നതിനാലാണ് വില ഉയരുന്നത്. അരളിപ്പൂ വിലക്ക് മൂലം തമിഴ്നാട്ടിലെ കർഷകർ ഇത് ഉപേക്ഷിച്ച് പകരം പനിനീർ റോസും തെച്ചിയും കൃഷി ചെയ്യാനാണ് നീക്കം. പക്ഷേ ഈ പൂക്കൾ വിപണിയിലെത്താൻ കൃഷി ആരംഭിച്ച് 1.5 വർഷത്തോളം കാത്തിരിക്കേണ്ടി വരും. അതുവരെ പൂ വിപണിയിലെ വിലക്കയറ്റം തുടരുമെന്നാണ് കർഷകർ പറയുന്നത്. തുളസിക്കും ആവശ്യക്കാർ കൂടിയെങ്കിലും വില വർദ്ധിച്ചിട്ടില്ലെന്നും കച്ചവടക്കാർ പറയുന്നു. കിലോയ്ക്ക് 60 രൂപ വരെയാണ് ഇപ്പോഴും വില. അരളിപ്പൂവിൽ വിഷാംശമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ക്ഷേത്രങ്ങളിൽ ഇനി മുതൽ പ്രസാദത്തിലും നിവേദ്യത്തിലും അരളിപ്പൂ ഉപയോഗിക്കേണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ പൂജയ്ക്ക് അരളിപ്പൂ ഉപയോഗിക്കാമെന്ന് ബോർഡ് വ്യക്തമാക്കി. അരളിപ്പൂവിന് പകരം തെച്ചി, തുളസി തുടങ്ങിയവ ഉപയോഗിക്കും. ദേവസ്വം ബോർഡ് ചേർന്ന യോഗത്തിലായിരുന്നു തീരുമാനം. അതേസമയം അരളിപ്പൂ പൂർണ്ണമായും ക്ഷേത്ര ആവശ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കിയില്ല. അരളിപ്പൂ ഉപയോഗിച്ചുള്ള ഹാരം ചാർത്തൽ, പുഷ്പാഭിഷേകം, പൂമൂടൽ പോലെയുള്ള ചടങ്ങുകൾ എന്നിവയ്ക്കെല്ലാം ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവിന്റെ ഉപയോഗം തുടരും. അടൂർ തെങ്ങുമ അരളിച്ചെടിയുടെ ഇല തിന്ന പശുകിടാവും കഴിഞ്ഞ ദിവസമായിരുന്നു ചത്തത്. സമീപത്തെ വീട്ടുകാർ വെട്ടിക്കളഞ്ഞ അരളി തീറ്റയ്ക്കൊപ്പം അബദ്ധത്തിൽ നൽകിയതാണ് മരണകാരണം. പശുവിന് ദഹനക്കേടാണെന്ന് പറഞ്ഞ് പങ്കജവല്ലിയമ്മ മൃഗാശുപത്രിയിൽ എത്തിയിരുന്നു. ചക്ക കഴിച്ചതിനെ തുടർന്ന് ദഹനക്കേട് ഉണ്ടായെന്നായിരുന്നു ആദ്യത്തെ സംശയം. എന്നാൽ മരുന്നുമായി വീട്ടിലെത്തിയ പങ്കജവല്ലിയമ്മ കണ്ടത് പശുക്കിടാവ് ചത്തു കിടക്കുന്നതാണ്. തൊട്ടടുത്ത ദിവസം തള്ളപ്പശുവും ചത്തും. എന്നിട്ടും എന്താണ് കാരണമെന്ന് മനസ്സിലായിരുന്നില്ല. ചത്ത പശുക്കളുടെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ അരളിച്ചെടിയുടെ ഇല തിന്നതാണ് മരണകാരണമെന്ന് വ്യക്തമായി. സൂര്യ സുരേന്ദ്രൻ എന്ന 24-കാരിയുടെ മരണം അരളിപ്പൂവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ അരളിപ്പൂ കഴിച്ച് പശുക്കിടാവും ചത്തത്.